Hello all, welcome to the 19th session of International Business. International ബിസിനസ്സിലെ ട്രേഡ് സെറ്റിൽമെന്റ് മെക്കാനിസംസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വ്യത്യസ്ത രീതികളിൽ ട്രേഡുകൾ സെറ്റിൽ ചെയ്യാൻ സാധിക്കും. അവയുടെ ഏതെല്ലാം രീതികളിലാണ് സെറ്റിൽമെന്റ് സാധ്യമാവുന്നതെന്നും ആ പേയ്മെന്റ് മെത്തേഡുകളുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ വരുന്നത്. ഇന്റർനാഷണൽ ട്രേഡ് മെക്കാനിസം അതിന്റെ മെത്തേഡുകൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ട്രേഡ് സെറ്റിൽമെന്റുകൾ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഒരു പ്രാധാന്യപൂർവ്വം പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് ഡൊമസ്റ്റിക് സെയിൽസും ഡൊമസ്റ്റിക് സെറ്റിൽമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങൾ ഇന്റർനാഷണൽ ട്രേഡുകളിലുണ്ട്. ഇന്റർനാഷണൽ ട്രേഡുകളിൽ ബയ്യർ ആൻഡ് സെല്ലർ, ബയ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത് രണ്ടും നമ്മൾ പലപ്പോഴും ഇന്റർചേഞ്ച് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കും. അതുകൊണ്ട് ആദ്യം ആ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കണം. ഇന്റർനാഷണൽ ട്രേഡുകളിലെ ബയ്യർ എന്ന് വെച്ചാൽ ഇമ്പോർട്ടർ ആണ്. ഇമ്പോർട്ട് ചെയ്യുന്ന വ്യക്തി അതല്ലെങ്കിൽ ഒരു ഫോറിൻ ബയ്യർ ആണ് വരുന്നത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് വരുന്നത് എക്സ്പോർട്ടർ ആണ്. എക്സ്പോർട്ടറെയാണ് നമ്മൾ സെല്ലർ എന്ന് ഉപയോഗിക്കുന്നത്. വസ്തു വിൽക്കുന്ന ആൾ എക്സ്പോർട്ടർ ആണ്, വാങ്ങിക്കുന്ന ആൾ ഇമ്പോർട്ടറുമാണ്. ഇവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത കൺട്രികളിൽ താമസിക്കുന്ന ആളുകളായിരിക്കും. അത് ചില കമ്പനികളാവാം, ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആവാം, ചിലപ്പോൾ ഗവൺമെന്റുകളാവാം. ഇങ്ങനെയുള്ള രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ അധിവസിക്കുന്നവർ പരസ്പരമുള്ള ട്രേഡ് ആണല്ലോ ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന ചില പ്രശ്നങ്ങൾ സംഭവിക്കും. ഒന്ന്, അവരുടെ ക്രെഡിറ്റ് വർത്തിനെസിന്റെ ഇഷ്യൂ വരും. വിശ്വാസയോഗ്യമല്ലാത്ത ചില ആളുകൾക്ക് ചിലപ്പോൾ പേയ്മെന്റുകളിൽ ഡീഫോൾട്ട് വരുത്താനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞ പോലെ പേയ്മെന്റ് കൊടുക്കാതിരിക്കാം. സമയബന്ധിതമായി ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അവരുടെ ലിക്വിഡിറ്റി മോശമായത് കൊണ്ടാവാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പൊ ഡെവലപ്ഡ് കൺട്രികൾക്ക് അത് ഈസിലി സാധ്യമാകും. പക്ഷേ അണ്ടർ ഡെവലപ്ഡ് ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികൾക്ക് അത് സാധ്യമായിക്കോളണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാവും. സോ ക്രെഡിറ്റ് വർത്തിനെസ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് കറൻസിയുടെ ഉപയോഗമാണ്. ഓരോ രാജ്യത്തിന്റെയും കറൻസി വ്യത്യസ്തമായിരിക്കും. ഇന്റർനാഷണൽ ട്രേഡുകളിൽ ഡെവലപ്ഡ് കൺട്രികൾക്ക് ആവുന്ന സമയത്ത് കറൻസിയുടെ ഇഷ്യൂവിൽ വലിയൊരു പ്രശ്നം വരുന്നില്ല. കാരണം അവരുടെ കറൻസി ഹാർഡ് കറൻസി തന്നെയായിരിക്കും. അത് മറ്റുള്ള രാജ്യങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ സന്നദ്ധമാവുകയാണെങ്കിൽ അവർക്ക് ആ കറൻസി ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ US ഡോളറോ ചൈനീസ് റെൻമിൻബിയോ ജപ്പാനീസ് യെന്നോ അതുപോലെ പൗണ്ട് സ്റ്റേർലിംഗോ യൂറോ ഒക്കെ പോലെയുള്ള കറൻസികളൊക്കെ ഹാർഡ് കറൻസികളാണ് നമ്മൾ പറയുക. ഹാർഡ് കറൻസി എന്ന് വെച്ചാൽ ദോസ് കറൻസീസ് വിച്ച് ഫ്ലക്ച്വേറ്റ്സ് വെരി ലെസ്, കുറഞ്ഞ ഫ്ലക്ച്വേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓർ ഡു നോട്ട് ഫ്ലക്ച്വേറ്റ് ഇൻ ഷോർട്ട് പീരീഡ്സ്. ചെറിയ കാലങ്ങൾ അതിന്റെ ഫ്ലക്ച്വേഷൻസേ ഉണ്ടാവില്ല. ഹാർഡ് കറൻസി ആയിരിക്കും. ബിക്കോസ് those currencies arises out of എന്താ പറയുക എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിട്ട് വരുന്ന കൺട്രികളാണ് അവ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത കറൻസികളാണ്. ഈ കറൻസികൾ ഇന്റർനാഷണൽ ട്രേഡിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടും. പക്ഷെ ഇന്ത്യ പോലെ അതുപോലെ ഡെവലപ്പിംഗ് ആയിട്ട് വരുന്ന മറ്റു കൺട്രികളുടെയൊക്കെ കറൻസി എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് റിസ്ക് വളരെ കൂടുതലാണ്. എപ്പോഴും ഫ്ലക്ച്വേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ളതും അതുപോലെ എക്കണോമിക്കലി വീക്കർ ആയിട്ട് വരുന്ന കൺട്രികളാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മളത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ ഇങ്ങോട്ട് വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്യാണ്. ഇന്ത്യക്കകത്തുള്ള ഇമ്പോർട്ടർ ഇന്ത്യൻ റുപ്പി കൊടുക്കാൻ ആഗ്രഹിച്ചാൽ പോലും ഔട്ട്സൈഡിലുള്ള എക്സ്പോർട്ടർ അത് വാങ്ങിക്കാൻ താല്പര്യം കാണിക്കില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അവര് പറയാം ഞങ്ങൾക്ക് ഹാർഡ് കറൻസി വേണമെന്ന് പറയും. സോ അങ്ങനെ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. സോ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഈ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂ. മറ്റൊന്ന് ചില ഡീഫോൾട്ട് ഉണ്ടാവുകയും ലീഗലായിട്ട് വരുന്ന ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആർബിട്രേഷൻ പ്രോസസ്സും അതിന്റെ സെറ്റിൽമെന്റും പിന്നീട് ലീഗൽ ഇന്റർനാഷണൽ കോർട്ടുകളിലൊക്കെ ആയിരിക്കും നടക്കുക. അതല്ലെങ്കിൽ ICSID ഒക്കെ പോലെയുള്ള ഇന്റർനാഷണൽ സ്ഥാപനങ്ങളിലായിരിക്കും ഇതിന്റെ ആർബിട്രേഷൻ പ്രോസസ് ഒക്കെ നടക്കുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഈ സെറ്റിൽമെന്റുകളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത ഇന്റർനാഷണൽ ആയിട്ട് വരുന്ന ഇഷ്യൂസ് ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാറുണ്ട്. അത് പക്ഷെ നമുക്ക് ഡൊമസ്റ്റിക് ട്രേഡിൽ നമ്മൾ ഫേസ് ചെയ്യാത്ത ചില കാര്യങ്ങളാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്റർനാഷണൽ പേയ്മെന്റുകൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള വ്യത്യസ്ത മെത്തേഡുകൾ ഉണ്ട്. അതിൽ ഏത് മെത്തേഡാണ് നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടെത്തുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. എപ്പോഴും ഇമ്പോർട്ടർ അയാൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും ചൂസ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിക്കുന്നത്. എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡ് അവരും ചൂസ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് അവർ തമ്മിലൊരു പരസ്പര കൺസെൻസിൽ എത്തുകയാണ് ചെയ്യുക. ഏതാണ് ഏറ്റവും അവർക്ക് രണ്ടുപേർക്കും അഗ്രി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓഫ് പേയ്മെന്റ് അവർ കണ്ടെത്തുകയും അതിൽ സെറ്റിൽമെന്റ് നടത്തുകയായിരിക്കും ചെയ്യാറുള്ളത്.
ഈ സെറ്റിൽമെന്റുകൾ തന്നെ രണ്ട് വിധത്തിൽ നടക്കാറുണ്ട്. ഒന്ന് ക്യാഷ് ആയിട്ടുള്ള പേയ്മെന്റ്, നമ്മൾ ഹാർഡ് കറൻസി പോലെയുള്ള കറൻസി കൊടുത്തിട്ട് നടത്തുന്ന പേയ്മെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. മറ്റൊന്ന് കൗണ്ടർ ആയിട്ട് വരുന്ന ട്രേഡിലൂടെ കൊടുക്കാറുണ്ട്. വസ്തുക്കളായിട്ട് കൈമാറിയിട്ടും ട്രേഡുകൾ സെറ്റിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ട്രേഡ് സെറ്റിൽമെന്റുകൾ ഇന്റർനാഷണൽ ബിസിനസ്സിൽ സാധ്യമാവുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഏതെല്ലാമാണ് ഇന്റർനാഷണൽ പേയ്മെന്റുകളിൽ വരുന്ന പ്രധാനപ്പെട്ട പേയ്മെന്റ് മെത്തേഡുകൾ. ഈ ഓരോ പേയ്മെന്റ് മെത്തേഡുകൾക്കും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഇമ്പോർട്ടർക്ക് അതിന്റെ ചില സമയത്ത് അഡ്വാൻറ്റേജസ് ഉണ്ടാകുന്ന സമയത്ത് അത് എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം റിസ്കി ആയിരിക്കും. അതുപോലെ എക്സ്പോർട്ടർക്ക് അഡ്വാൻറ്റേജസ് നൽകുന്ന മെത്തേഡുകൾക്ക് ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അത് റിസ്കി ആയിരിക്കുകയും ചെയ്യും. ഇതിന്റെ രണ്ടിന്റെയും ആസ്പെക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഈ റിസ്ക് പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ടാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് അതിന്റെ റിസ്ക് ഫാക്ടറും കൂടെ വെച്ചിട്ട് വേണം ഇനി പറയുന്ന പേയ്മെന്റ് മെത്തേഡുകൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. മെത്തേഡ്സ് ഓഫ് പേയ്മെന്റ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. വ്യത്യസ്ത മെത്തേഡുകൾ നമ്മൾ നോക്കുകയാണ്. ആദ്യത്തേത് പേയ്മെന്റ് ഇൻ അഡ്വാൻസ് ഓർ ക്യാഷ് ഇൻ അഡ്വാൻസ്. ക്യാഷ് ഇൻ അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടർ നേരത്തെ തന്നെ, ഇമ്പോർട്ടറാണ് ബയ്യർ നേരത്തെ തന്നെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ തന്നെ എക്സ്പോർട്ടർക്ക് കാശ് കൊടുക്കാം. ഫുള്ളി പേയ്മെന്റ് നടത്തിയതിനു ശേഷം, പ്രീ പേയ്മെന്റ് നടത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടർ കാശെല്ലാം കൊടുക്കുന്നു. അതിനുശേഷം മാത്രമേ ആര് പ്രോഡക്റ്റുകൾ ഷിപ്പ് ചെയ്യുള്ളൂ, എക്സ്പോർട്ടർ പ്രോഡക്റ്റുകൾ ഷിപ്പ് ചെയ്യുള്ളൂ. സോ ഇവിടെ ഇമ്പോർട്ടർ നേരത്തെ തന്നെ കാശ് നൽകുന്നത് കൊണ്ട് എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്, ഗിഫ്റ്റ് പോലെയാണ്. നേരത്തെ തന്നെ കാശ് കിട്ടുന്നു, പിന്നീടായിരിക്കും അയാൾ ആ പ്രോഡക്റ്റ് ചില സമയത്ത് നിർമ്മിക്കുകയോ അതിനുശേഷം അത് ഷിപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അതിന് അയാൾക്ക് കുറെ അധികം സമയം എടുത്തിട്ട് പിന്നീട് അയാൾക്ക് സംബന്ധിച്ച് ഇനിയൊരു റിസ്ക്കും സംഭവിക്കാനില്ല. പക്ഷെ ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഹൈലി റിസ്കിയാണ്. ബിക്കോസ് പേയ്മെന്റ് നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞു. ആ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഡീഫോൾട്ട് വസ്തുക്കൾ കിട്ടാൻ ലേറ്റ് ആവുന്നതോ ഇനി ലഭിക്കുന്ന വസ്തുക്കളിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവുന്നതോ ഒക്കെ പിന്നീട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ആർക്കായിരിക്കും അതിന്റെ റിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടർക്കായിരിക്കും റിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അഡ്വാൻസ് പേയ്മെന്റ് ആണ്. അഡ്വാൻസ് പേയ്മെന്റ് ഓർ പ്രീ പേയ്മെന്റ് മെത്തഡ് ആണ് വേർ ഇമ്പോർട്ടർ മേക്സ് ദി പേയ്മെന്റ് ഓഫ് ഐറ്റംസ് ബിഫോർ ഷിപ്മെന്റ് ഓഫ് ഗുഡ്സ് ആണ്. ഇതിൽ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ ഓർ വയർ ട്രാൻസ്ഫേഴ്സ് ഒക്കെയാണ്. അതായത് ഇലക്ട്രോണിക് മെത്തേഡുകൾ, ഇലക്ട്രോണിക് പേയ്മെന്റ് വീട്ടിലെ നമ്മുടെ ഇപ്പോൾ ആധുനിക കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള ബാങ്കുകൾ വഴിയൊക്കെ ഇലക്ട്രോണിക് പേയ്മെന്റ് മെത്തേഡുകളൊക്കെയാണ് ഇന്ന് കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് സാധാരണ ഇത് എല്ലാ ഒരു ഇമ്പോർട്ടർ ഇതിന് സമ്മതിക്കുക എന്ന് പറഞ്ഞത് ഒരു വീക്ക് ഇമ്പോർട്ടർ ആയിരിക്കണം. അതല്ലെങ്കിൽ അയാൾക്ക് പുതിയൊരു ന്യൂവർ ബയ്യർ ആയിരിക്കണം, പുതിയൊരു ബയ്യർ ആവുക. അതല്ലെങ്കിൽ അയാളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ വീക്ക് ആവും. ക്രെഡിറ്റ് റേറ്റിംഗ് അറിയാം, അയാളുടെ ഡീഫോൾട്ട് വരുത്തുന്ന, സ്ഥിരമായിട്ട് ഡീഫോൾട്ട് വരുത്തുന്ന ഒരാളാണെങ്കിൽ അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ താഴ്ന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്തരം ആളുകളോട് ഒരു എക്സ്പോർട്ടർ അഗ്രിമെന്റിൽ എത്തണമെങ്കിൽ എക്സ്പോർട്ടർ എന്ത് ചെയ്യും, പ്രീ പേയ്മെന്റ് ഡിമാൻഡ് ചെയ്യും. നിങ്ങൾക്ക് പ്രീ പേയ്മെന്റ് കിട്ടിയെങ്കിൽ മാത്രമേ വസ്തുക്കൾ നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാൾ അത് നൽകാൻ നിർബന്ധിതമാവും. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ പേയ്മെന്റ് ഇൻ അഡ്വാൻസ് ഉപയോഗിക്കുന്നത്, ഒരു ക്യാഷ് ഇൻ അഡ്വാൻസ് ഉപയോഗിക്കുന്നത്. റിസ്ക് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കി വെക്കുക. എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം റിസ്ക്ലെസ് ആണ്, ദർ ഇസ് നോ റിസ്ക് അറ്റ് ഓൾ. ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഹൈലി റിസ്കിയുമാണ്. നേരത്തെ തന്നെ കാശ് കൊടുത്തു കഴിഞ്ഞു, സോ ഇറ്റ്സ് ഹൈലി റിസ്കിയുമാണ്. രണ്ടാമത്തെ മെത്തേഡാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, LC, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റിന് വിളിക്കുന്ന മറ്റു ചില പേരുകളൂടെ ഓർക്കുക. ബാങ്കേഴ്സ് കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് ഓർ ഡോക്യുമെന്ററി ക്രെഡിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. LC, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇത് ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി മോസ്റ്റ് സെക്യൂർ ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ഇമ്പോർട്ടർക്കും എക്സ്പോർട്ടർക്കും രണ്ടു പേർക്കും അവരുടെ പാർട്ടിലുള്ള റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. സോ ഇറ്റ്സ് റിസ്ക് ബോത്ത് പാർട്ടിക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും, ഇമ്പോർട്ടർക്കും ഉണ്ടാവും എക്സ്പോർട്ടർക്കും ഉണ്ടാവും. ഇതിന് കാരണമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേയ്മെന്റ് അവർ നേരിട്ടല്ല നടക്കുന്നത്, പകരം ഇതിൻ ബിറ്റ്വീൻ രണ്ട് പാർട്ടിക്കും അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാങ്കുകൾ ഉണ്ടാവും. ഈ ബാങ്കുകൾ വഴിയാണ് സെക്യൂർ ആയിട്ടുള്ള പേയ്മെന്റ് മെത്തേഡിലൂടെ ഇവര് ഈ ഒരു പാർട്ടിക്ക് അവരുടെ വസ്തുക്കൾ ഉറപ്പുവരുത്താനും അവരുടെ ഷിപ്മെന്റ് ഉറപ്പുവരുത്താൻ സാധിക്കും, മറ്റൊരു പാർട്ടിക്ക് പേയ്മെന്റ് എൻഷർ ചെയ്യാനും പറ്റും. ഇത് രണ്ടും കൂടെ സാധ്യമാവുന്നത് കൊണ്ടാണ് ഈ LCs മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് കൂടുതലായിട്ട് ഇന്റർനാഷണൽ ട്രേഡിൽ ഉപയോഗിക്കപ്പെടുന്നത്. LCs
ഇതൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ടും വരുന്നുണ്ട്. ഇത്തരം വസ്തുക്കൾ LC കൈവശം വെക്കുന്ന ബിസിനസ്സുകൾ, കമ്പനികൾക്ക് തന്നെ അത് തന്നെ അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് പ്രൂവ് ചെയ്യുന്ന ഒരു വസ്തുവുമാണ്. LCകളുള്ള കമ്പനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യും, അവർക്ക് അവരെ വിശ്വസിക്കാം എന്നുള്ള ഒരു ചിന്താഗതി വരികയും ചെയ്യും. ഓക്കെ, ദെൻ ഇത് പേയ്മെന്റ് നടത്തുന്നത് ബാങ്കുകൾ വഴിയാണ്. എങ്ങനെയാണ് ഇതൊരു മോസ്റ്റ് സെക്യൂർ ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്, അതിന്റെ ഒരു മെക്കാനിസം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ആവും. അതുകൂടെ ഒന്ന് പറയാം. LCയുടെ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ ഹോൾ പ്രോസസ് ഒന്ന് മനസ്സിലാക്കാം. ഇതിന്റെ അകത്ത് വരുന്നത് 4 പാർട്ടിയാണ് പ്രധാനമായിട്ടും. ഇതിന്റെ ഒരു ബേസിക് വേർഷൻ ആണ്. ഇതിന്റെ തന്നെ വ്യത്യസ്ത വേർഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിന്റെ ഏറ്റവും ചെറിയ വേർഷൻ ആണ് പറയുന്നത്. ഇതിൽ ഒന്ന് ബെനിഫിഷ്യറി ഉണ്ട്, മറ്റൊന്ന് അപ്ലിക്കന്റ് ഉണ്ട്. അപ്ലിക്കന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഇമ്പോർട്ടർ ആണ്. അതുപോലെ ബെനിഫിഷ്യറി എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ട്രേഡിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണ്, എക്സ്പോർട്ടർ ആണ്, ഒരു സെല്ലർ ആണ്. അപ്ലിക്കന്റ് ബയ്യർ ആണ്. ഇനി അപ്ലിക്കന്റിന് ഒരു ഇഷ്യൂയിങ് ബാങ്ക് ഉണ്ട്, അതുപോലെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്ന സെല്ലർക്കും ഉണ്ട് ഒരു അഡ്വൈസിങ് ബാങ്ക് ഉണ്ട്. ഓക്കെ, ഇനി അപ്ലിക്കന്റ് അവർക്ക് വേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് അത് ബെനിഫിഷ്യറിയുമായിട്ട് സംസാരിക്കുന്നു. അതിന്റെ പ്രൈസും കൊട്ടേഷൻസും കൊടുത്ത് അവരെ പരസ്പരം ഒരു സെയിൽ കോൺട്രാക്റ്റിൽ എത്തുന്നു. സെയിൽ കോൺട്രാക്റ്റിലൂടെ അവർ വാങ്ങിക്കേണ്ട വസ്തുവിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നമ്പേഴ്സും ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ട് രണ്ടുപേരും അഗ്രി ചെയ്യുന്ന ഒരു സെയിൽ കോൺട്രാക്ട് നിർമ്മിക്കുകയും അത് സമയബന്ധിതമായി എത്ര സമയത്തിന്റെ ഒക്കെ അത് നിർമ്മിച്ച് നൽകുമെന്നൊക്കെയുള്ള കരാറിലെത്തുകയൊക്കെ ചെയ്യുന്നു. കരാറിലെത്തിയ ശേഷം രണ്ട് പാർട്ടിയും അതൊക്കെ സൈൻ ചെയ്ത ശേഷം നിർമ്മിക്കുന്ന ഒരു സെയിൽ കോൺട്രാക്ട് ഉണ്ടാക്കുന്നു. സെയിൽ കോൺട്രാക്ട് ഉണ്ടാക്കിയതിനു ശേഷം അപ്ലിക്കന്റ് എന്ത് ചെയ്യുന്നു, ഒരു ബാങ്കിനെ സമീപിക്കുന്നു. അവർക്ക് അവരുമായിട്ടുള്ള അപ്ലിക്കന്റിന് ഇമ്പോർട്ടർക്ക് നേരിട്ട് ഒരു ബാങ്കുമായിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ടാവും. അവരുടെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടത്താൻ അവരെ സഹായിക്കുന്ന ഒരു ഇഷ്യൂയിങ് ബാങ്ക് ഉണ്ടാവും. അവർക്ക് ഒരു ലെറ്റർ ഓഫ് അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അതാണ് ഈ നീലയിൽ കാണുന്ന പ്രോസസ് ആണ് ആദ്യം നടക്കുന്നത്. ആ നീല ആരോസ് നോക്കുക. ലെറ്റർ ഓഫ് അപ്ലിക്കേഷൻസ് ബാങ്കിന് സമർപ്പിക്കുന്നു. അപ്ലിക്കേഷൻസ് കിട്ടുന്ന ബാങ്ക് എന്ത് ചെയ്യുന്നു, ഓൺ ബിഹാഫ് ഓഫ് അപ്ലിക്കന്റിന്റെ ആവശ്യാർത്ഥം ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഇഷ്യൂയിങ് ബാങ്ക് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നേരിട്ട് ബെനിഫിഷ്യറിക്കല്ല പോകുന്നത്, പകരം ആ ബെനിഫിഷ്യറിയുടെ ഒരു അഡ്വൈസിങ് ബാങ്ക് ഉണ്ടാവും, അവരുടെ രാജ്യത്തായിരിക്കും അതുണ്ടാവുക. അവർക്കാണ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പാസ് ചെയ്യുന്നത്. അങ്ങനെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കിട്ടുന്ന അഡ്വൈസിങ് ബാങ്ക് എന്ത് ചെയ്യുന്നു, ഈ അതിന്റെ അഡ്വൈസിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആർക്ക് കൈമാറുന്നു, ഈ ബെനിഫിഷ്യറിക്ക് കൈമാറുന്നു. ഇങ്ങനെ ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുമായിട്ടൊരു സെയിൽ കോൺട്രാക്റ്റിൽ എത്തിയിട്ടുണ്ടല്ലോ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു എന്താ പറയാ ആ ഡോക്യുമെന്റ് വെച്ചിട്ട് അത് ബെനിഫിഷ്യറിയോട് ആവശ്യപ്പെടുന്നു. ബെനിഫിഷ്യറി പറയുന്നു ആ സെയിൽ കോൺട്രാക്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട ഷിപ്മെന്റുകൾ നടത്താമെന്ന് പറയുന്നു. അങ്ങനെ ബെനിഫിഷ്യറി ആ പറഞ്ഞിട്ടുള്ള വസ്തു നിർമ്മിക്കുകയും അതിന്റെ ഷിപ്മെന്റ് ഒക്കെ നടത്തുകയും ചെയ്യുന്നു. ആ ഷിപ്മെന്റ് നടത്തിയതിനു ശേഷം ആ ഷിപ്മെന്റ് ഡോക്യുമെന്റുകളും ആ ഷിപ്മെന്റും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റുകളായിരിക്കും. അതിന്റെ അകത്താണ് ഈ ബിൽ ഓഫ് ലാഡിംഗ് ഒക്കെ വരുന്നത്. അത് അങ്ങനെയുള്ള ഈ കോൺട്രാക്ട് നോട്ടൊക്കെ അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റുകൾ അഡ്വൈസിംഗ് ബാങ്കിന് കൈമാറും. അഡ്വൈസിംഗ് ബാങ്കിന് ഈ ഡോക്യുമെന്റ് നേരിട്ട് പിന്നീട് ഇഷ്യൂയിങ് ബാങ്കിന് കൈമാറുന്നു. മറ്റൊരു രാജ്യത്ത് കിടക്കുന്ന ഇഷ്യൂയിങ് ബാങ്കിന് കൈമാറുന്നു. ആ ഡോക്യുമെന്റുകൾ ഇഷ്യൂയിങ് ബാങ്കിന്റെ കൈവശം വരുന്നു. ഇനി അപ്ലിക്കന്റിന്റെ കൈവശത്തിലേക്ക് ഈ വസ്തുക്കളെ ഷിപ്മെന്റ് അത് കപ്പലിലൊക്കെ അയച്ചിട്ട് അവരുടെ കയ്യിലേക്ക് എത്തുവാണ്. എങ്ങനെയാണോ വിമാനത്തിലോ കപ്പലിലോ ഒക്കെ ആയിരിക്കും അത് വരുന്നത്. വന്ന ശേഷം അപ്ലിക്കന്റ് ആ വസ്തുക്കൾ ഏറ്റുവാങ്ങണം. ആ വസ്തുക്കൾ ഏറ്റുവാങ്ങിക്കണമെങ്കിൽ അപ്ലിക്കന്റെ കയ്യിൽ എന്ത് വേണം, ഈ ഡോക്യുമെന്റുകൾ വേണം. ഈ ഡോക്യുമെന്റുകൾ ഇപ്പൊ ഉള്ളത് എവിടെയാണ്, ഇഷ്യൂയിങ് ബാങ്കിന്റെ കയ്യിലാണ്. ഇഷ്യൂയിങ് ബാങ്കിന്റെ കൈവശമുള്ള ഈ ഡോക്യുമെന്റുകൾ ഇഷ്യൂയിങ് ബാങ്കിൽ നിന്ന് അപ്ലിക്കന്റ് കൈമാറണം, അപ്ലിക്കന്റിന് ലഭിക്കണം. അങ്ങനെ ആ ഡോക്യുമെന്റുകൾ റിലീസ് ചെയ്തിട്ട് അപ്ലിക്കന്റിന് കൊടുത്ത് ആ ബിൽ ഓഫ് ലാഡിംഗ് കയ്യിൽ കിട്ടിയാലേ മാത്രമേ ഷിപ്മെന്റ് ഇയാൾക്ക് കൈപ്പറ്റാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇഷ്യൂയിങ് ബാങ്ക് എന്ത് ഡിമാൻഡ് ചെയ്യും, അതിന്റെ ക്യാഷ്, സെയിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞ ക്യാഷ് വിത്ത് കമ്മീഷനൊക്കെ ഉണ്ടാവും, ബാങ്കുകളുടെ കമ്മീഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ആ തുക ഇഷ്യൂയിങ് ബാങ്കിന് കൈമാറണം. അങ്ങനെ ഇഷ്യൂയിങ് ബാങ്കിന് ഈ കാശ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ അവരെന്ത് ചെയ്യുന്നു, അതിന്റെ പേയ്മെന്റ്, ഈ കിട്ടിയ തുക അവരുടെ കമ്മീഷനും കഴിച്ച് ബാക്കി വരുന്ന പേയ്മെന്റ് അഡ്വൈസിംഗ് ബാങ്കിന് റിലീസ് ചെയ്യുന്നു. അഡ്വൈസിംഗ് ബാങ്കിന് പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്കും ഇതിന്റെ പോലെ ഒരു കമ്മീഷനും കാര്യമൊക്കെ അതിന്റെ അകത്തുണ്ടാവും. എന്നിട്ട് ആ പേയ്മെന്റ് ബെനിഫിഷ്യറിക്കും റിലീസ് ചെയ്ത് കൊടുക്കുന്നു. ബിൽ ഓഫ് ലാഡിംഗ് പോലെയുള്ള ഡോക്യുമെന്റ് അപ്ലിക്കന്റെ കൈവശത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, അത് ഷിപ്മെന്റ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് അവർക്ക് ഷിപ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യുന്നു. സോ അപ്ലിക്കന്റിന് അവർ ഉദ്ദേശിക്കുന്ന ഷിപ്മെന്റ് റിസീവ് ചെയ്യുന്നു.
ഇഷ്യൂയിങ് ബാങ്ക് വഴി അഡ്വൈസിംഗ് ബാങ്കിലേക്കും അതുവഴി ബെനിഫിഷ്യറിയിലേക്കും പേയ്മെന്റ് സെറ്റിൽമെന്റ് നടക്കുകയും ചെയ്യുന്നു. രണ്ട് പാർട്ടിക്കും ഒരു ഭാഗത്ത് പേയ്മെന്റ് സെറ്റിൽമെന്റ് നടക്കും, മറ്റൊരു ഭാഗത്ത് പ്രോഡക്റ്റിന് ഷിപ്മെന്റ് നടക്കും. ഇത് ഒരു സെക്യൂർ ആയിട്ട് ഒരു പ്രോസസ്സ് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് കറസ്പോണ്ടിങ് ബാങ്കുകൾ വഴി നടക്കുന്നത് കൊണ്ട് തന്നെ പരസ്പരം വിശ്വാസം ഉണ്ടാവുകയും ചെയ്യും. പേയ്മെന്റിൽ ഒരിക്കലും ഡിഫോൾട്ട് വരാനുള്ള സാധ്യതയില്ല, റിസ്ക് കുറവായി മാറുകയും ചെയ്യും. ഇതാണ് ഒരു LCയുടെ ഹോൾ പ്രോസസ് എന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് LC എന്ന് വെച്ചാൽ ഒരു സെക്യൂർ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഇന്റർനാഷണൽ ട്രേഡിൽ നമ്മൾ പരിഗണിക്കാനുള്ള കാരണവും. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഡോക്യുമെന്ററി കളക്ഷൻ, ഡ്രാഫ്റ്റ് ഓർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്ന. നമ്മൾ ഇതും ഡൊമസ്റ്റിക് ബിസിനസ്സുകളൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതിന്റെ ഇന്റർനാഷണൽ ഫോർമാറ്റിലേക്ക് മാറുന്നത് മാത്രം. ഡ്രാഫ്റ്റ് ഓർ ഡോക്യുമെന്ററി കളക്ഷൻ. ഇതിന്റെ ഇടയിലും ഇതും സെക്യൂർ തന്നെയാണ് ഡോക്യുമെന്റ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ LC പോലെ അത്രത്തോളം സ്ട്രോങ് അല്ല എന്ന് മാത്രം. കാരണം ഇതിന്റെ ഇടയിൽ വരുന്ന ബാങ്കുകൾ ഓൺലി ഏജന്റുമാർ മാത്രമാണ്, ഒരു ഫെസിലിറ്റേറ്റേഴ്സ് മാത്രമാണ്. ഒരിക്കലും അത് നേരത്തെ പറഞ്ഞ ഇഷ്യൂയിങ് ബാങ്ക് പോലെയുള്ള ഓതറൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു പാർട്ടി ആയിട്ട് ഇതിന്റെ അകത്ത് കോൺട്രാക്ടിനകത്ത് വരുന്നില്ല. പകരം ഇതൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. രണ്ടുപേർക്കും തമ്മിലുള്ള പേയ്മെന്റുകൾക്ക് ഒരു മാർഗം ഒരുക്കി കൊടുക്കുന്ന ആളുകൾ മാത്രമാണ് ബാങ്കുകൾ. അതുകൊണ്ട് ഇവരുടെ കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ കുറവാണ്. നേരത്തെ LCയിൽ വലിയൊരു പേയ്മെന്റ് ഈ കമ്മീഷൻ ഇവർക്കും കൂടെ വരുന്നുണ്ട്, ബാങ്കുകൾക്ക് നൽകേണ്ടതായിട്ട് വരും. കാരണം ഒരു പാർട്ടി ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ബാങ്ക് കൂടെ വഹിക്കേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവിടെ അത് പേയ്മെന്റ് കൂടുതലാണ്. ഡോക്യുമെന്ററി കളക്ഷൻ ആണ് സമയത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ നേരത്തെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നൊക്കെ പോലെ ചെറിയൊരു തുകയായിരിക്കും ഇവർക്ക് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുകയുള്ളൂ, ബാങ്കുകൾക്ക് ലഭിക്കുകയുള്ളൂ. Documentary collection is a process in which both the buyers and sellers bank act as facilitators of the trade. രണ്ടുപേരും facilitators ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. Exporter enters the collection of payment of for sale to its bank. വസ്തുക്കൾ കൈമാറുന്നതിന്റെ പേയ്മെന്റ് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ബാങ്കിനെ ഏൽപ്പിക്കുന്നു. ബാങ്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ ബിൽ ഓഫ് ലാഡിങ്, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഡോക്യുമെന്റ് ബിൽ ഓഫ് ലാഡിങ്, അത് ഇമ്പോർട്ടറുടെ ബാങ്കുകളിൽ അയച്ചു കൊടുക്കുന്നു. ഇമ്പോർട്ടറുടെ ബാങ്ക് എന്ത് ചെയ്യണം, ആ ബില്ല് വെച്ചിട്ട് എന്ത് ചെയ്യണം, പേയ്മെന്റ് ഇമ്പോർട്ടറിൽ നിന്ന് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത ശേഷം ആ ബിൽ ഓഫ് ലാഡിങ് ആർക്ക് കൈമാറും, ഇമ്പോർട്ടർക്ക് കൈമാറുന്നു. ശേഷം ബിൽ ഓഫ് ലാഡിങ് എക്സ്പോർട്ടർ, ആ പേയ്മെന്റ് എക്സ്പോർട്ടർക്ക് ഇമ്പോർട്ടറുടെ ബാങ്കും കൈമാറുന്നു. ഇത് ഒരു പ്രോസസ് ആണ്. ഈ ഒരു പ്രോസസ്സിന്റെ അകത്തുള്ള പാർട്ടികളായിട്ട് ബാങ്ക് വരുന്നില്ല. പകരം ഈ ബിൽ ഓഫ് ലാഡിങ് എക്സ്പോർട്ടറിൽ നിന്നും ഇമ്പോർട്ടറിലേക്ക് എത്തിക്കുകയും ഇമ്പോർട്ടറിൽ നിന്ന് പേയ്മെന്റ് കളക്ട് ചെയ്യും, അത് എക്സ്പോർട്ടറുടെ ബാങ്കിന് കൊടുക്കുകയും ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഇവർ ചെയ്യുന്നത്. ഇതിൽ ഈ പാർട്ടികൾ ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ പേയ്മെന്റ് ബിൽ ഓഫ് ലാഡിങ് പ്രകാരമുള്ള ബില്ല് എമൗണ്ട് ഇമ്പോർട്ടർ അടക്കാതിരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കൊന്നും വരുന്നില്ല, ബാങ്കുകൾക്ക് വരുന്നില്ല. ഡോക്യുമെന്റ്സ് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ അത് റിലീസ് ചെയ്യുക ടു ദി ബയർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് പേയ്മെന്റ് ആണ്. ആ പേയ്മെന്റ് എന്ന് വെച്ചാൽ സംടൈംസ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുന്ന പേയ്മെന്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിലൊക്കെ ഉള്ള ഡേറ്റിൽ പറയും ആ ഡേറ്റിൽ പേയ്മെന്റ് നടത്താം എന്നുള്ള അഗ്രിമെന്റ് ബേസിസിൽ ആ ബിൽ ഓഫ് ലാഡിങ് ആർക്ക് നൽകും, ഈ ഇമ്പോർട്ടർക്ക് നൽകും. അങ്ങനെ ഇമ്പോർട്ടർക്ക് ആ ബിൽ ഓഫ് ലാഡിങ് കിട്ടിക്കഴിഞ്ഞാൽ ഷിപ്മെന്റിന് വേണ്ടിയിട്ട് ഈ ബിൽ ഓഫ് ലാഡിങ് കൈമാറുകയും അതുവഴി അയാള് പ്രോഡക്റ്റ് കൈവശം വരികയും ചെയ്യും. അയാൾ പേയ്മെന്റ് അവരുടെ ബാങ്കിന് കൊടുക്കുന്നു, എന്നിട്ട് ഇമ്പോർട്ടറുടെ ബാങ്ക് അത് എക്സ്പോർട്ടർ ബാങ്കിന് കൈമാറുന്നു, എക്സ്പോർട്ടറുടെ ബാങ്ക് അവരുടെ എക്സ്പോർട്ടർക്കും കൈമാറി കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഈ ഡ്രാഫ്റ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ. പക്ഷെ ഇതും കുറച്ചുകൂടെ ഒക്കെ സെക്യൂർഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ മറ്റുള്ള ഇൻസ്ട്രുമെന്റുകളെക്കാളും കുറച്ചുകൂടെ നല്ല ആണ്. പക്ഷെ LCയുടെ അത്രത്തോളം എന്തല്ല, സെക്യൂർഡ് അല്ല. അതിനേക്കാൾ കുറച്ചും കൂടെ റിസ്ക് ഉണ്ട് പാർട്ടികൾക്ക് എന്ന് മാത്രം. ഇതിന്റെ റിസ്ക് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അവസാനം ഒരു വിവരണം കൂടെ നടത്താം. ഏതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്കി എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അവിടെ പറഞ്ഞുതരാം. അടുത്തൊരു മെത്തേഡാണ് ഓപ്പൺ അക്കൗണ്ട് ഓർ അക്കൗണ്ട്സ് പേയബിൾ മെത്തേഡ്. ഇവിടെ വസ്തുക്കൾ നേരത്തെ തന്നെ നിർമ്മിച്ച് അതിന് ഷിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ എക്സ്പോർട്ടർ എന്ത് ചെയ്യുന്നു, അയാളുടെ കാര്യക്രമം നിർവഹിക്കുകയാണ്. പ്രൊഡക്ഷൻ നടത്തുന്നു, വസ്തു നിർമ്മിച്ചു, ഇമ്പോർട്ടർക്ക് കൊടുക്കുന്നു. ഇമ്പോർട്ടർ ഓർ ബയ്യർ ഇത് വാങ്ങിച്ചതിന് ശേഷം അയാൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സമയം ഉണ്ടായിരിക്കും. അതിനൊരു ഡ്യൂ എന്ന് വെച്ചാൽ യൂഷ്വലി ഒരു 30 days, 60 days, 90 days അങ്ങനെയൊക്കെയുള്ള ഒരു കരാറിലായിരിക്കും അവർ എത്തിയിട്ടുണ്ടാവുക. ആ കരാറിലെത്തിയ സമയത്തിനകം അവരെന്ത് ചെയ്യുന്നു, പേയ്മെന്റ് ആർക്ക് കൊടുക്കണം, എക്സ്പോർട്ടർക്ക് കൈമാറണം. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആലോചിക്കുകയാണെങ്കിൽ എക്സ്പോർട്ടർ ആണ് നേരത്തെ ആദ്യം തന്നെ റിസ്ക് എടുക്കുന്ന ആള്.
എക്സ്പോർട്ടർ റിസ്ക് എടുക്കുകയാണ്. അയാളുടെ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, നേരെ തന്നെ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഷിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം അതിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന്റെ അകം ഇമ്പോർട്ടർ ഓർ ബയ്യർ ഇനി ആർക്ക് പേയ്മെന്റ് നടത്തണം, എക്സ്പോർട്ടർക്ക് പേയ്മെന്റ് നടത്തണം. അതുകൊണ്ട് തന്നെ റിസ്ക് പാർട്ട് ആർക്കാണ് വരുന്നത്, എക്സ്പോർട്ടർക്കാണ് റിസ്ക് പാർട്ട് വരുന്നത്. ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഫ്രീ ആണ്, വളരെ കുറഞ്ഞ റിസ്കേ ഉണ്ടാവുള്ളൂ. കാരണം അയാൾക്ക് നേരത്തെ തന്നെ വസ്തുക്കൾ കയ്യിൽ കിട്ടി. ഇനി ആ പേയ്മെന്റ് ഡീഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പ്രശ്നം ആർക്കാണ് സംഭവിക്കുക, എക്സ്പോർട്ടർക്കായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് തന്നെ യൂഷ്വലി ഇതിങ്ങനെ ഒരു കരാറിൽ എത്തണമെങ്കിൽ അവർ സ്ഥിരമായിട്ട് കാലങ്ങളായിട്ട് ബിസിനസ് റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന ബിസിനസ്സുകൾ തമ്മിലായിരിക്കണം, പരസ്പരം ട്രസ്റ്റ് വേർത്തി ആയിരിക്കും. അതുപോലെ റെപ്യൂട്ടബിൾ ഫേംസും ട്രസ്റ്റ് വേർത്തി ആയിരിക്കുന്ന ഫേമുകളൊക്കെ തമ്മിലായിരിക്കും. പിന്നെ ഈ ട്രേഡ് ചിലപ്പോൾ ഒക്കെ വലിയൊരു ഹ്യൂജ് എമൗണ്ടിന്റെ ഒന്നും ട്രേഡ് ആവില്ല, ചെറിയ എമൗണ്ടുകളൊക്കെ ഉള്ള ട്രേഡുകളൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഓപ്പൺ അക്കൗണ്ട്സിലൂടെ നടക്കാറുള്ളത്. ഓക്കെ, അത് ഇവിടെ റിസ്ക് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനുള്ളത് എക്സ്പോർട്ടർക്ക് ഹൈലി റിസ്കിയും അതുപോലെ ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം റിസ്ക്ലെസ്സുമാണ്. നെക്സ്റ്റ് വൺ കൺസൈൻമെന്റ്. ഓപ്പൺ അക്കൗണ്ടിനെയും കൂടെ കുറച്ചും കൂടെ ഹൈലി റിസ്കി ആയിട്ടുള്ളതാണ് എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം കൺസൈൻമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കൺസൈൻമെന്റ്സ് ആവുന്ന സമയത്ത് ഓപ്പൺ അക്കൗണ്ട് തന്നെയാണ്, പക്ഷെ ആ ഓപ്പൺ അക്കൗണ്ട് പ്രകാരം ഒരു പ്രീ ഡിറ്റർമിൻഡ് ഡേറ്റോ നമ്മൾ ഓർഡർ പ്രകാരം ഫുൾഫിൽ ചെയ്യേണ്ട ഒരു നിശ്ചിത ദിവസങ്ങൾക്ക് അത് പേയ്മെന്റ് നടത്തുക എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അതുപോലും ഉണ്ടാവില്ല. പകരം കൺസൈൻമെന്റ് റൂള് പ്രകാരം നമ്മൾ ആ വസ്തുക്കളെ ഒരു എക്സ്പോർട്ടർ വസ്തുക്കൾ കൈമാറുന്നു ഇമ്പോർട്ടർക്ക്, ബയ്യർ അത് വാങ്ങിക്കുന്നു, വാങ്ങിച്ച ശേഷം അതിന്റെ ഓണർഷിപ്പ് അയാൾ കൈമാറും. അതിനുശേഷം അയാളുടെ രാജ്യത്ത് അത് വിൽപ്പന നടത്തണം. വിൽപ്പന നടത്തിയ ശേഷം അയാളുടെ ഇൻകം ജനറേറ്റ് ചെയ്ത ശേഷം അവരുടെ പ്രോഫിറ്റ് എടുത്ത ശേഷം പിന്നീട് മാത്രമേ എക്സ്പോർട്ടർക്ക് പേയ്മെന്റ് നടത്തിയുള്ളൂ. അത്തരം ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ കൺസൈൻമെന്റ്സ് എന്ന് വിളിക്കുക. അതായത് ഫൈനൽ ബയ്യേഴ്സിലേക്ക് ഈ പ്രോഡക്റ്റ് വിറ്റൊഴിച്ച ശേഷം മാത്രമായിരിക്കും എക്സ്പോർട്ടർക്ക് ഇതിന്റെ പേയ്മെന്റ് കിട്ടിയുള്ളൂ. ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ പോലെയുള്ള ടെക്നിക്കാണ്. നമ്മൾ സാധാരണ മാർക്കറ്റിലൊക്കെ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ടെക്നിക്ക് ഉണ്ടല്ലോ, ഡിസ്ട്രിബ്യൂട്ടർ കൈമാറുന്നു, അത് റീറ്റെയിലേഴ്സ് ആയിരിക്കും പിന്നീട് അത് ഫൈനൽ കൺസ്യൂമേഴ്സിന് വിൽക്കുന്നത്. കൺസ്യൂമേഴ്സിന് വിറ്റ ശേഷം മാത്രം അതിന്റെ പേയ്മെന്റ് കമ്പനിയിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെയുള്ള ഒരു മെക്കാനിസമാണ്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടർക്ക് ഇത് ഹൈലി റിസ്കിയാണ്, ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഫ്രീയുമാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഹൈലി ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള പരസ്പരം ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള ഒരു ട്രേഡ് മെത്തേഡ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇതിൽ റിസ്ക് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ടേഴ്സ് ഇതിന് ഇൻഷുറൻസ് കവറേജ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യാറുള്ളത്. ഓക്കെ, ഇതാണ് കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഇനി ഈ മെത്തേഡുകളുടെ ഒരു കമ്പാരിസൺ വഴി നമുക്ക് ഈ റിസ്ക് എന്നുള്ള ഫാക്ടറിനൊന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാം. ഏതിനാണ് ഏറ്റവും റിസ്ക് കൂടുതലെന്നും കുറവെന്നുള്ളതൊന്നും കൂടെ മനസ്സിലാക്കാം. ഇനി ഈ പേയ്മെന്റ് മെത്തേഡുകളുടെ റിസ്ക് ബേസിസിലുള്ള ഒരു കമ്പാരിസണിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആദ്യം നമ്മൾ എക്സ്പോർട്ടറുടെ കാര്യം എടുക്കുക. എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഇൻ അഡ്വാൻസ്, ഒരു അഡ്വാൻസ് പേയ്മെന്റ് ആണ് ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ളത്. പിന്നീട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റിലും അയാൾക്ക് ക്യാഷ് എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഡോക്യുമെന്ററി കളക്ഷൻ ആണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പോലെ വരുന്ന സംഭവം നമ്മൾ പറഞ്ഞ കാര്യം. അതുപോലെ ഏറ്റവും ലീസ്റ്റ് കൂടുതൽ ഹൈലി റിസ്കി ആയിട്ടുള്ളതാണ് ഓപ്പൺ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഓപ്പൺ അക്കൗണ്ടിൽ വരുന്നത്. ഓപ്പൺ അക്കൗണ്ടിനേക്കാളും കൂടുതൽ റിസ്ക് വരുന്നതാണ് കൺസൈൻമെന്റ്. അപ്പോൾ കൺസൈൻമെന്റ് ഓപ്പൺ അക്കൗണ്ടും കൂടെ അതർ എൻഡിലും ഉണ്ട്, രണ്ടും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഓപ്പൺ അക്കൗണ്ട് ആവുന്ന സമയത്ത് നമുക്കൊരു സമയമുണ്ട്, 90 days അല്ലെങ്കിൽ 15 days എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അതും ഉണ്ടാവില്ല കൺസൈൻമെന്റ് ആവുന്ന സമയത്ത്. സോ എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം കൺസൈൻമെന്റ് എന്ന് വെച്ചാൽ ഹൈലി റിസ്കിയാണ്. കൺസൈൻമെന്റ്, പിന്നീട് റിസ്ക് വരുന്നത് ഓപ്പൺ അക്കൗണ്ട്, പിന്നീട് ഡോക്യുമെന്ററി കളക്ഷൻ. സോ ദെൻ പിന്നീട് അങ്ങോട്ട് സെക്യൂർ ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഹൈലി സെക്യൂർഡ് ആണ് ക്യാഷ് ഇൻ അഡ്വാൻസ്. ഇമ്പോർട്ടർക്ക് നേരെ തിരിച്ചാണ് വരുന്നത്. ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് സെക്യൂർ ആയിട്ട് വരുന്നത് ഓപ്പൺ അക്കൗണ്ട് ആണ്. ഓപ്പൺ അക്കൗണ്ട് ഓർ കൺസൈൻമെന്റും വരും, അതിന്റെ മുന്നേ കൺസൈൻമെന്റ് വരും. അവിടെയൊക്കെ അവര് വസ്തുക്കളുടെ കയ്യിലേക്ക് നേരത്തെ തന്നെ കിട്ടും ഓപ്പൺ അക്കൗണ്ട് ആവുന്ന സമയത്ത്. പിന്നീട് ഡോക്യുമെന്ററി കളക്ഷൻ ആണ്. ഡോക്യുമെന്ററി കളക്ഷൻ ബാങ്ക് വഴിയാവുന്ന സമയത്ത് അവർക്ക് വസ്തുക്കൾ കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടാവും. പിന്നീട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇതിന്റെ രണ്ടിന്റെയും ഈ മിഡിലിൽ വരുന്ന ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഡോക്യുമെന്ററി കളക്ഷൻസ് ഒക്കെ ജനറലി രണ്ട് പാർട്ടിക്കും ഒരു ആവറേജ് സെക്യൂരിറ്റി
നൽകുന്ന ഇൻസ്ട്രുമെന്റുകളാണ്. അതിൽ തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് കുറച്ചും കൂടെ നമ്മൾ ബാങ്കുകളും കൂടെ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന പാർട്ടികളായിട്ട് വരുന്നത് കൊണ്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് രണ്ട് കേസസിലും നമ്മളൊരു ഇന്റർനാഷണൽ ട്രേഡിൽ ഒരു സെക്യൂർ ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസറിൽ പറയാറുള്ളത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അതിന് LOC എന്നും കൂടെ പറയൂട്ടോ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, LOC ഓർ LC എന്ന് മാത്രം ഉപയോഗിക്കാറുണ്ട്. ദെൻ അവരെ ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ലീസ്റ്റ് സെക്യൂർഡ് ആയിട്ടുള്ളത് ക്യാഷ് ഇൻ അഡ്വാൻസ് ആണ്, പ്രീപേയ്മെന്റ് ആണ് ക്യാഷ് ഇൻ അഡ്വാൻസ്. നേരത്തെ തന്നെ ക്യാഷ് കൊടുക്കുക എന്നുള്ളത് അവർക്ക് ലീസ്റ്റ് സെക്യൂർഡ് ആയിട്ടുള്ളതാണ്. ഇതാണ് ഓൺ ദി ബേസിസ് ഓഫ് റിസ്കിന്റെ ബേസിൽ നമുക്ക് ഇമ്പോർട്ടർക്കും എക്സ്പോർട്ടർക്കും ഓരോ തരത്തിലുള്ള പേയ്മെന്റുകൾക്കും അവർക്ക് എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കുന്ന ഡയഗ്രാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ ഈ മെത്തേഡുകളൊക്കെ പേയ്മെന്റ് ബേസ്ഡ് ആയിട്ട് വരുന്ന മെത്തേഡാണ്. ഒന്നുകിൽ ഹാർഡ് കറൻസിയിലോ അതല്ലെങ്കിൽ അവരുടെ ഓൺ കറൻസിയിലോ പേയ്മെന്റുകളായിട്ട് സെറ്റിൽ ചെയ്യുന്ന മെത്തേഡുകളാണ്. പക്ഷേ ഇന്റർനാഷണൽ ട്രേഡിൽ നമുക്കറിയാം മിക്കവാറും പേയ്മെന്റുകൾ, ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള പേയ്മെന്റുകൾ ആയിക്കോട്ടെ, ഇനി കോർപ്പറേഷൻസ് തമ്മിലുള്ള പേയ്മെന്റുകളും ഈവൻ കമ്പനികളും ഇൻഡിവിജ്വൽ വരെയുള്ള പേയ്മെന്റുകൾക്ക് വരെ പലപ്പോഴും ക്യാഷ് ബേസിസിൽ അല്ലാതെ ട്രേഡുകൾ സെറ്റിൽ ചെയ്യാറുണ്ട്, ത്രൂ കൗണ്ടർ ട്രേഡുകളിലൂടെ സെറ്റിൽ ചെയ്യാറുണ്ട്. ഇത് ഏറ്റവും ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് സെറ്റിൽമെന്റ് ആണ്. പഴയ കാലഘട്ടം, അതായത് മനുഷ്യൻ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ അന്ന് മുതൽക്ക് തന്നെ നമുക്ക് ബാർട്ടർ സിസ്റ്റത്തെ കുറിച്ച് കാണാൻ പറ്റും. പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുന്നു, അവരുടെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് കുരുമുളക് കൊണ്ടുപോകണു എന്നൊക്കെ പറയുന്നതൊക്കെ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ആ ഒരു സിസ്റ്റവും യഥാർത്ഥത്തിൽ ഒരു സെറ്റിൽമെന്റ് മെത്തേഡാണ്. ആ പഴയ രൂപത്തിൽ അല്ലെങ്കിലും അതിന്റെ കുറെ ആധുനിക പതിപ്പുകൾ ഇന്നും ഇന്റർനാഷണൽ ബിസിനസ്സുകളിൽ നിലവിലുണ്ട്. സാധാരണ ഇതിൽ ഉപയോഗിക്കാറുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്സർ ഡെവലപ്ഡ് കൺട്രികളാണ്. ദോസ് ഡു നോട്ട് ഹാവ് ഇനഫ് ക്യാഷ് റിസർവ് വിത്ത് ദം. ഫോറിൻ റിസർവുകളൊന്നും ആവശ്യത്തിന് കൈവശമില്ലാത്ത രാജ്യങ്ങളിൽ പലപ്പോഴും സെറ്റിൽമെന്റുകൾ നടത്താൻ കൗണ്ടർ ട്രേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ തന്നെ ഇന്റർനാഷണൽ ട്രേഡുകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളുടെ വ്യത്യസ്ത മോഡ് ഓഫ് എൻട്രികൾ ഉണ്ടല്ലോ, കൗണ്ടർ പർച്ചേസുകളൊക്കെ നടത്തുന്ന വ്യത്യസ്ത മോഡ് ഓഫ് എൻട്രികളിൽ അവിടെയൊക്കെ ഈ ഒരു മെത്തേഡുകൾ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെല്ലാമാണ് വ്യത്യസ്ത കൗണ്ടർ ട്രേഡ് മെക്കാനിസംസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കണം. അതാണ് ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പഴയ മെത്തേഡും ഓൾഡസ്റ്റ് മെത്തേഡായിട്ട് വരുന്നത് ബാർട്ടർ സിസ്റ്റം ആണ്. ബാർട്ടർ സിസ്റ്റം ആവുന്ന സമയത്ത് മണി ഇൻവോൾവേ അല്ല, അതിന്റെ അകത്ത് കാശ് ഉണ്ടാവില്ല. ഇനി കാശിന്റെ ഒരു വാല്യൂല് ഈ ഒരു മൂല്യം പരസ്പരം കൈമാറുന്ന വസ്തുക്കൾക്ക് മൂല്യത്തെ കുറിച്ച് ഒരു കറൻസിയിൽ നമ്മളൊരു ടേമിൽ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. പകരം അവിടെ ട്രേഡ് നടക്കുന്നത് ഓൺലി ബൈ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഒരു രാജ്യം അവരുടെ ഗുഡ്സ് മറ്റൊരു രാജ്യത്തിന് കൈമാറുന്നു, അതേ സമയത്ത് അവരുടെ വസ്തുക്കൾ അവർ തിരിച്ചിങ്ങോട്ടും കൈമാറുന്നു. ഗുഡ്സും ആവും സർവീസും അല്ല, ഇത് രണ്ടും ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വസ്തുക്കൾ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുവാണെങ്കിൽ, വസ്തുക്കളോ അല്ലെങ്കിൽ സർവീസസുകളോ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുവാണെങ്കിൽ അതിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് വിളിക്കുക. മണി ഇൻവോൾവ് ആയിരിക്കില്ല ഈ ഒരു ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിൽ. രണ്ടാമത്തേത് ബൈബാക്ക് ആണ്. ബൈബാക്ക് ആവുന്ന സമയത്ത് ഇവിടെ ഒരു കൺട്രി എക്സ്പോർട്ടർ ഓർ സെല്ലർ സപ്ലൈസ് പ്ലാന്റ്, എക്യുപ്മെന്റ്, ടെക്നോളജി. ഇതിൽ ചിലത് എല്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതാണോ ഇമ്പോർട്ടർക്ക് ആവശ്യമുള്ളത്, പ്ലാന്റോ എക്യുപ്മെന്റുകളോ ഇനി അതിൽ ടെക്നോളജിയോ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ സെല്ലർ ബയ്യർക്ക് കൈമാറുന്നു ഓർ ഇമ്പോർട്ടർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇമ്പോർട്ടർ എന്ത് ചെയ്യുന്നു, അത് വെച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നു. പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം ആ എക്യുപ്മെന്റിന്റെ എന്താ പറയാ പ്രോഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് ആയിട്ട് അവരിൽ നിന്ന് വസ്തുക്കൾ ആര് തന്നെ വാങ്ങിക്കുന്നു, ഈ സെല്ലർ തന്നെ തിരിച്ചു വാങ്ങിക്കുന്നു, ബൈബാക്ക് നടത്തുന്നു. നമ്മൾ ടെക്നോളജി കൈമാറുന്നു, ആ ടെക്നോളജി ഉപയോഗിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നു. ശേഷം അതിന്റെ പേയ്മെന്റ് ആയിട്ട്, കാരണം അവർക്ക് കാശായിട്ട് പേയ്മെന്റ് നടത്താനില്ലെങ്കിൽ അവർ നിർമ്മിക്കുന്ന വസ്തുക്കൾ നമ്മൾ തന്നെ തിരിച്ചെടുക്കുന്നു. ഇതാണ് ബൈബാക്കിന്റെ ടെക്നിക്ക് വരുന്നത്. ദിസ് ഈസ് ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് കൗണ്ടർ ട്രേഡ്. തേർഡ് ടോളിംഗ് ആണ്. ടോളിംഗ് ആവുന്ന സമയത്ത് റോ മെറ്റീരിയൽ ആണ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സെല്ലർ സപ്ലൈസ് റോ മെറ്റീരിയൽ ആൻഡ് റിസീവ്ഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അവർക്ക് നമ്മൾ കൈമാറുന്നത് റോ മെറ്റീരിയൽ ആണ്. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ആ വസ്തുക്കൾ മാനുഫാക്ചർ ചെയ്ത ശേഷം സെല്ലർക്ക് കൈമാറുന്നു. അതിന്റെ പേയ്മെന്റ് ആയിട്ടാണ് ഈ വസ്തു കൈമാറുന്നത്. ഈ പേയ്മെന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഈ ബൈബാക്കിലും ടോളിങ്ങിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം കൂടെയുണ്ട്. ഇവിടെ വസ്തുക്കൾ മാത്രമല്ല കേട്ടോ, ഇതിന്റെയൊക്കെ കൂടെ അലോങ് വിത്ത് കാശ് ഉണ്ടാവും. ചിലപ്പോൾ ഇതിന്റെ വസ്തു കൈമാറ്റം ചെയ്ത ശേഷം ബാലൻസ് എമൗണ്ട്, ബാക്കി വരുന്നത് എമൗണ്ട് ആയി കാശായിട്ടും കൈമാറുന്നുണ്ടാവും.
പൂർണ്ണമായിട്ടും ഇവിടെ വസ്തുക്കൾ മാത്രമല്ല, പൂർണ്ണമായിട്ടും വസ്തുക്കളിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ബാർട്ടർ സിസ്റ്റം മാത്രമാണ്. ബൈബാക്ക്, ടോളിംഗ് മുതലായിട്ടുള്ള മറ്റുള്ള മെത്തേഡുകളിലൊക്കെ ഈ വാല്യൂസ് എല്ലാം സെറ്റിൽമെന്റിന് വിധേയമാക്കുന്നതിന് മുന്നേയായിട്ട് അതിന്റെ വാല്യൂ ഡിറ്റർമിനേഷൻ ഒക്കെ നടത്തുന്നത് ഇൻ ക്യാഷിൽ തന്നെയാണ്. എത്ര മണി വാല്യൂ വെച്ചിട്ട് തന്നെ ആയിരിക്കും കോൺട്രാക്റ്റുകളൊക്കെ എൻഡ് ചെയ്യുന്നത്. സെറ്റിൽമെന്റ് എന്ത് ചെയ്യും, മാക്സിമം വസ്തുക്കൾ നടത്താൻ ശ്രമിക്കും, അതിന്റെ ബാക്കി വരുന്ന ഭാഗം അവര് പേയ്മെന്റ് ഇൻ ക്യാഷിൽ നടത്തുകയും ചെയ്യും. മറ്റൊന്നാണ് ക്ലിയറിംഗ് അറേഞ്ച്മെന്റ്. ക്ലിയറിംഗ് അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ സാധാരണ ഇത് സംഭവിക്കാറുള്ളത് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരമാണ്. അത് മൾട്ടി ലാറ്ററൽ ആയിട്ടോ അതല്ലെങ്കിൽ ബൈലാറ്ററലൊക്കെ ആയിട്ടുള്ള പല അഗ്രിമെന്റുകളിലും രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്താറുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മന്ത്രിമാരൊക്കെ പോയിട്ട് അവരുമായിട്ട് ബൈലാറ്ററൽ മൾട്ടിലാറ്ററൽ അഗ്രിമെന്റുകളൊക്കെ സൈൻ ചെയ്യാറുണ്ടല്ലോ. അത്തരം ട്രേഡിംഗ് അഗ്രിമെന്റുകൾ വഴി നടക്കുന്ന സെറ്റിൽമെന്റുകളൊക്കെ മിക്കവാറും ക്ലിയറിംഗ് അറേഞ്ച്മെന്റുകളാണ് ഉണ്ടാവാറുള്ളത്. This type of trading is between two or more than two countries in the shape of an agreement under which agreed volume of goods and services imported and exported over a specific time period without the payment of foreign currencies. കറൻസികളൊന്നും ഇല്ലാതെ തന്നെ കുറെ അധികം വസ്തുക്കൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനും കുറെ വസ്തുക്കൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനൊക്കെയുള്ള കരാറുകൾ എത്തുന്നു. അതൊക്കെ അവർ പരസ്പരമുള്ള മന്ത്രിതല ചർച്ചകളിലൊക്കെ ആയിരിക്കും ഒരു തീരുമാനങ്ങൾ എടുക്കുക. എന്നിട്ട് ആ ഉഭയകക്ഷിയോ അതല്ലെങ്കിൽ വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ടുള്ള ഈ അഗ്രിമെന്റുകളിലൂടെ നമ്മൾ കുറെ വസ്തുക്കൾ തിരിച്ചു ഇങ്ങോട്ടും കുറെ അങ്ങോട്ടും കൊണ്ടുപോയതിനു ശേഷം അറ്റ് ദി എൻഡ് ഓഫ് ദി അഗ്രീഡ് പീരീഡ്, ആ അഗ്രിമെന്റ് പീരീഡിന്റെ അവസാനത്തിന് ശേഷം അതിന്റെ ബാലൻസുകൾ, ചിലപ്പോൾ ബാലൻസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനായിരിക്കും, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പേയ്മെന്റ് നടത്താനായിരിക്കും. അത് നമ്മൾ പിന്നീട് ഹാർഡ് കറൻസികളിൽ സെറ്റിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ വരുന്നവയ്ക്കാണ് ക്ലിയറിംഗ് അറേഞ്ച്മെന്റ്സ് എന്ന് വിളിക്കാം. ഇപ്പൊ ഇന്ത്യ ഒക്കെ ആവുന്ന സമയത്ത് ഈ ക്ലിയറിംഗ് അറേഞ്ച്മെന്റുകളായിട്ടാണ് മറ്റു പല രാജ്യങ്ങളുമായിട്ട്. ഇപ്പൊ പെട്രോളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു, നമ്മുടെ ഗോൾഡോ അതല്ലെങ്കിൽ ആ പെട്രോൾ ഉൽപ്പന്നങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കിയിട്ട് മാറ്റും. നമ്മൾ കൊണ്ടുവരുന്നത് ക്രൂഡ് ഓയിൽ ആയിരിക്കും, പിന്നീട് പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം എന്താകുന്ന ട്രേഡ് ബാലൻസ് മാത്രം കാശിൽ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അത്തരം സെറ്റിൽമെന്റുകൾക്കാണ് ക്ലിയറിംഗ് അറേഞ്ച്മെന്റ്. ഇവിടെ ഒട്ടനവധി വസ്തുക്കൾ ഉണ്ടാവും. കുറെ വസ്തുക്കൾ ഇങ്ങോട്ട് പലതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും, പിന്നെ കുറെ വസ്തുക്കൾ തിരിച്ചും കൊണ്ടുപോയിണ്ടാവും. അതിന്റെ എല്ലാം ഈ അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ശേഷം ഉണ്ടാകുന്ന ഫൈനൽ ബാലൻസ് മാത്രം ട്രേഡ് സെറ്റിൽമെന്റ് നടത്തുകയും ചെയ്യും. ദെൻ സ്വിച്ച് ട്രേഡിംഗ്. ഇതാവുന്ന സമയത്ത് സ്വിച്ച് ട്രേഡിംഗിന്റെ മെക്കാനിസം എന്ന് വെച്ചാൽ, ഇഫ് ദി സെല്ലർ in the country trade does not want goods offered by the buyer as payment, it may bring a third party to dispose of the merchandise offered by the seller. ഒരു ബയ്യർക്ക് ബയ്യർ പേയ്മെന്റ് ആയിട്ട് നൽകുന്ന വസ്തു സെല്ലറെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത വസ്തുവാണ്. അവർക്ക് പിന്നീട് ആ വസ്തു അവർക്ക് വേണ്ടത് ഹാർഡ് കറൻസി തന്നെ കിട്ടണമെന്ന് വെക്കുക. അതുകൊണ്ട് തന്നെ അവരെന്ത് ഇതിന്റെ ഇടയിലേക്ക് മൂന്നാമതൊരു തേർഡ് പാർട്ടിയെ കൊണ്ടുവരുന്നു. ആ തേർഡ് പാർട്ടിക്ക് എന്ത് വേണം? ബയ്യർ നൽകുന്ന വസ്തു ആവശ്യമുള്ള ആളാണ്. അങ്ങനെയെങ്കിൽ ആ ബയ്യർക്ക് എന്ത് ചെയ്യുക, ഈ ബയ്യർ എന്ത് ചെയ്യുന്നു, ഈ വസ്തുക്കൾ ആ തേർഡ് പാർട്ടിക്ക് കൈമാറുന്നു. തേർഡ് പാർട്ടി അതിന്റെ പേയ്മെന്റ് സെല്ലർക്കും കൈമാറുന്നു. ഇതിങ്ങനെ വരുന്നതാണ് സ്വിച്ച് ട്രേഡിംഗ് എന്നുള്ളത്. അതിന് ട്രേഡിംഗ് സ്വിച്ച് ചെയ്യാണ് ടു എ തേർഡ് പാർട്ടിയിലേക്ക് സ്വിച്ച് ചെയ്യും. ഇത് ഈ തേർഡ് പാർട്ടിയെ കൊണ്ടുവരുന്നത് സെല്ലറാണ്. അതുകൊണ്ട് തന്നെ സെല്ലർ എന്ത് ചെയ്യണ്, ആ സെല്ലർക്ക് പേയ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ബയ്യർ അഗ്രി ചെയ്യുന്നത് എന്താണ്? വസ്തുവായിട്ട് കൈമാറാമെന്നാണ്. പക്ഷെ വസ്തു കൈമാറ്റത്തിന് താല്പര്യമില്ലാത്ത സെല്ലർ മറ്റൊരു തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ആ തേർഡ് പാർട്ടി ആ വസ്തു ഏറ്റെടുക്കുകയും അതിന്റെ എമൗണ്ട് ആസ് ഹാർഡ് കറൻസി ആയിട്ട് സെല്ലർക്ക് നൽകുകയും ചെയ്യുന്ന മെക്കാനിസമാണ് സ്വിച്ച് ട്രേഡിംഗ് മെക്കാനിസം. ഓക്കെ. ദെൻ മറ്റൊന്ന് കൗണ്ടർ പർച്ചേസ് ആണ്. വേറെ ഒന്ന് കൗണ്ടർ പർച്ചേസ് ആവുന്ന സമയത്ത് ഇത് ക്യാഷ് ഈ എമൗണ്ടിൽ തന്നെയാണ് സെറ്റിൽമെന്റ് ഒക്കെ നടക്കുന്നത്. പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ വേയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് എത്രയൊക്കെയാണോ നമ്മൾ സെറ്റിൽമെന്റ് നടത്തേണ്ടത് അതേ തുകക്ക് അനുസൃതമായിട്ടുള്ള ഒരു വാല്യൂന് നമ്മൾ ആ രാജ്യത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു മെക്കാനിസം ആണ്. ഇൻ കൗണ്ടർ പർച്ചേസ് ദ സെല്ലർ റിസീവ്സ് ഫുൾ എമൗണ്ട് ഇൻ ക്യാഷ്. ഫുൾ എമൗണ്ട് അയാൾ ക്യാഷ് ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. അഗ്രിമെന്റ് പ്രകാരമുള്ള ഫുൾ എമൗണ്ട്, നമ്മളുടെ കുറെ വസ്തുക്കൾ നമ്മൾ മറ്റു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്ത ശേഷം അവിടെ നിന്നുള്ള ഫുൾ പേയ്മെന്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ ലഭിക്കുന്ന ആ തുകക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മറ്റു കുറെ അധികം വസ്തുക്കൾ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം, വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആ തുക പ്രാക്ടിക്കലി നമ്മൾ അവിടെ നിന്ന് തന്നെ മറ്റു വസ്തുക്കൾ വാങ്ങിച്ചതുപോലെയാണ്. കാശായിട്ട് നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരി, പക്ഷെ പ്രാക്ടിക്കലി തിങ്കിങ് നമ്മൾ ആ
കാശ് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്ന പോലെയാണ്. അവിടെ നിന്ന് തന്നെയുള്ള മറ്റു കുറെ വസ്തുക്കൾ നമ്മൾ വാങ്ങിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് നമ്മൾക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള ഒരു അഗ്രിമെന്റിനെയാണ് നമ്മൾ കൗണ്ടർ പർച്ചേസ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ വാല്യൂ ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതൊക്കെ ക്യാഷിൽ തന്നെയായിരിക്കും. ആ ക്യാഷ് ഡിറ്റർമിൻ ചെയ്ത ശേഷം അത്രയും തുകക്ക് നമ്മൾ നമ്മൾ ഏത് രാജ്യത്തേക്കാണോ വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെയുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നോ മറ്റു കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളോ നമ്മൾ തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇതിന്റെ അഗ്രീഡ് ടൈം ഉണ്ടാവും. ആ സമയത്തിന്റെ അകം നമ്മളത് വാങ്ങിക്കുമ്പോഴാണ് അതിനെ കൗണ്ടർ പർച്ചേസ് എന്ന് വിളിക്കുന്നത്. അത് ഏത് വസ്തുക്കളും ആവാട്ടോ, അത് ആ രാജ്യത്തിന്റെ പർച്ചേസ് അഗ്രിമെന്റിൽ വരുന്ന ഏത് വസ്തുക്കളും നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള കൗണ്ടർ ട്രേഡ് മെക്കാനിസംസ് ആയിട്ട് വരുന്നത്. ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ രണ്ട് മെത്തേഡുകളും either ഇൻ ക്യാഷിലോ അതല്ലെങ്കിൽ ത്രൂ കൗണ്ടർ പർച്ചേസിലൂടെ ആയിരിക്കും ഇന്റർനാഷണൽ ട്രേഡുകൾ സെറ്റിൽമെന്റുകൾ നടത്തുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് വ്യത്യസ്തമായിട്ടുള്ള ട്രേഡ് സെറ്റിൽമെന്റ് മെത്തേഡുകൾ ലോകത്ത് നിലവിലുള്ളത്. ഓക്കെ, താങ്ക് യു.